ഹലോ ഗായ്സ്, വെൽക്കം ടു സിറിൽ സെറ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെയ്യാൻ പോകുന്നൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു ട്രിപ്പാണ്. ഇടുക്കിയിലോട്ട് എന്ന് വെച്ചാൽ ഇടുക്കിയിലെ ഹൈ റേഞ്ചിലോട്ട് ഒരു ചെറിയൊരു ട്രിപ്പാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ വേറൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയേക്കുവാണ്. അപ്പോൾ അവിടെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൽ കയറിയായിരുന്നു. ഇനിയിപ്പോൾ ശേഷം അവിടെ വന്നേക്കാം റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഗൈസ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കുവാണ്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളിനി ഇങ്ങോട്ട് പോവാണേ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിതുവരെയായിട്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പൺ വ്യൂ ആണ്. ഇത് നല്ല സെറ്റപ്പ് വ്യൂ ആണ് ഗൈസ്. ഇതൊരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഇതാണ്, തേയില റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ എന്തോ സംഭവമാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ തേയിലത്തോട്ടം നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്തോട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരു വഴി കൂടെ കയറിപ്പോയാലും അമ്മച്ചി കൊട്ടാരത്തിൽ എത്തത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്ന സ്ഥലം കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്, ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. ഈ അമ്മച്ചി കൊട്ടാരം പഴയ ഏതോ ഒരു കൊട്ടാരമാണ്. കയറുവാണ്. ഓഹോ, എൻട്രി. ആൻറ്റി പറഞ്ഞു ആൻറ്റീനെ കാണിക്കാൻ. അപ്പോൾ ആകെയുള്ള ആൻറ്റി എന്ന് പറഞ്ഞത് ഇതെനിക്ക് ആകെയുള്ള ആൻറ്റിയാണ്. അപ്പോൾ നമ്മളെ അമ്മച്ചി കൊട്ടാരത്തിലാണ്. അമ്മച്ചി കൊട്ടാരം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. എനിക്കിതൊന്നും അറിയത്തില്ല. ഗായ്സ്, ഇത് പണ്ടത്തെ ഏതൊരു കൊട്ടാരമാണെന്നാണ് പറയുന്നത്. വളരെ പ്രായമായതിനാണ് അമ്മച്ചി കൊട്ടാരം എന്ന് പേരിട്ടത്. നമുക്ക് പോയത് ഗൈസ് നമ്മൾ നീങ്ങുകയാണ്. ഗൈസ് നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു.
ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. അത് ഞാനാണെങ്കിൽ ചോദിച്ചിട്ട് പറയുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ കുട്ടിക്കാനത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പപ്പായി പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ പോകാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. അതെ, പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞു. ഗൈസ് ഞാൻ ഇനി കുറച്ച് നേരം മുമ്പ് സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറി കയറിപ്പോൾ തണുത്ത് കുറച്ച് നമ്മൾ കുളിച്ച് നിൽക്കുവാണ് ഗൈസ്. ഉണ്ടോ പോകുമ്പോഴും പിടിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും തണുപ്പാണ് ഗൈസ്. തണുപ്പാണ് ഗൈസ്. റിസോർട്ടിൽ നമ്മൾ തണുത്തേക്കുവാണ് ഗൈസ്. പൊന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ ഇവിടുത്തെ ഇന്നലെ രാത്രിയൊക്കെ നല്ലവണ്ണം അടിച്ചു പൊളിച്ച് ഇപ്പോൾ അതിന് ശേഷം ഈ റിസോർട്ടിൽ നിന്ന് ഇറങ്ങണം. പക്ഷേ കാണാൻ സ്ഥലങ്ങൾ ഇനിയുണ്ട്. നല്ല കോടമഞ്ഞാണ് ഗൈസ്. ഇതുണ്ടോ കോടമഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്നോ ആണ്, പക്ഷെ എന്തായാലും അത്ര വലിയ കാര്യത്തില്ല. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് വന്നേക്കാണ്, പരുന്തമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട്. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം കഴിയുമ്പോൾ അത് നമ്മളിനി ഇവിടെ കുറേ സ്ഥലങ്ങളിൽ കുറേ വ്യൂ പോയിന്റുകളുണ്ട്. ഓക്കെ,
അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം ഒത്തിരി രാത്രിയായി. ഞാൻ വാഗമണ്ണിലൊക്കെ ഞങ്ങൾ പോയായിരുന്നു. പക്ഷേ വാഗമണ്ണിലെ ഞങ്ങളൊരു പൈൻ ട്രീ ഫാക്ടറി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കയറി. അത് മിക്കവർക്കും അറിയായിരിക്കും. പക്ഷെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു. മഴ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് വീഡിയോ എടുക്കാതെ. സോ ട്രിപ്പ് നല്ലതായിരുന്നു. ഞങ്ങൾ ഒരു 6 അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മഴ ഭയങ്കരമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തൊടുപുഴയിൽ 6:30 ആയപ്പോൾ എത്തി. ഇപ്പോൾ വീട്ടിലെത്തി. സോ ഇന്ന് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.